മധുമാസം വിരിയണ് വിരിയണ് മനമാകെ കുളിരണ കുളിരണ തില്ലാന ഞാൻ ഒരു നമസ്കാരം പറയാം. ഒരു രക്ഷയില്ല. ഒരു മിടി തഴുകണ് കരിമിടി എലിയണ് മറുപടി ഇനിയുണ്ട് നിറ നിറ നിറകണ് പറ പറ കവികണ് പുതു പുതു മലരമ്പ് മഴ മഴ പൊഴിയണ് മനസ്സുകൾ നിറയണ് മതനൊരു വഴി ഞാനേ ഉള്ളൂ ഈ പാട്ട് പാടാൻ എന്ന് നീ തെളിയിച്ചു. പലതിനും അതിരുണ്ട്. ഈ ഒരു പാട്ട് ഒരു കോമ്പറ്റീഷൻ ഇങ്ങനെ പാടുകയാണെങ്കിൽ സംതിങ് ഗ്രേറ്റ്. സ്നേഹ സംഗീത വേദിയിൽ അനുഗ്രഹീത നാദം പകർന്ന മിടുക്കൻ പാട്ടുകാരൻ വെൽക്കം ശ്രീനന്ദ് വിനോദ് ഓൺ സ്റ്റേജ്. മോനെ ഏത് പാട്ടാ പാടുന്നേ? മധുമാസം വിരിയണ് വിരിയണ്. മധുമാസം വിരിയണ്. ഇത് ഞാൻ പാടിയ പാട്ടാണല്ലേ? ഇത് രാജസേനൻ ചേട്ടൻ്റെ സിനിമ മേഘസന്ദേശം. ഞാൻ ഓർക്കുന്നു, കാരണം ഇതിൻ്റെ മ്യൂസിക് എൻ്റെ ചേട്ടനാണ്, MG രാധാകൃഷ്ണൻ ചേട്ടനാണ്. ഇത് കമ്പോസ് ചെയ്തത് ഗീത് ഹോട്ടൽ വെച്ചിട്ടാണ് ട്രിവാൻഡ്രത്ത്. അത് ഞാനും ഉണ്ട് കൂടെ. ഒരു രസമുള്ള പാട്ടാണ്, കാരണം ഒരു ഫാസ്റ്റ് നമ്പറാണ് അല്ലേ, ഒരു പടപടാന്ന് പോവും അല്ലേ. കുറെ വരികളൊക്കെ ഉണ്ട്. ആരാ എഴുതിയത്? സുരേഷ് ഗോപിയാണ് ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. അപ്പൊ നന്ദിനിക്കുട്ടി നന്നായിട്ട് പഠിക്കോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കാലം മോഹങ്ങൾ പൂക്കുന്ന കാലം, പ്രായം സ്നേഹിച്ചു പോകുന്ന പ്രായം. മധുമാസം വിരിയണ് വിരിയണ് മനമാകെ കുളിരണ കുളിരണ തില്ലാന ഹേ തില്ലാന. മധുമാസം വിരിയണ് വിരിയണ് മനമാകെ കുളിരണ കുളിരണ തില്ലാന ഹേ തില്ലാന തില്ലാന. ഉടലാകെ പൊതിയണ് പൊതിയണ് പുതുമഞ്ഞും കുഴയണ് കുഴയണ തില്ലാന ഹേ തില്ലാന തില്ലാന. തോണിപ്പാട്ടിൻ തീരത്ത് വീണുറങ്ങും നേരത്ത് ആരാരോ തരിവളയിട്ടു അറിയാതിൻ കരളിൽ തൊട്ടു
ഞെട്ടിപ്പോടാ, ഞെട്ടിപ്പോയി. ഇത് ഇമ്പോസിബിൾ സിംഗിങ്. ഇമ്പോസിബിൾ. ഇന്ന് ഈ കേരളത്തിലെന്നല്ല, എവിടെയാണ് ലോകത്തിൽ എവിടെ ആയാലും ഈ ഒരു പാട്ട്, ഒരു കോമ്പറ്റീഷൻ ഇങ്ങനെ പാടുകയാണെങ്കിൽ സംതിങ് ഗ്രേറ്റ്. ഞാൻ ഈ പേപ്പർ എടുത്ത് വെച്ച് വായിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഒരു അക്ഷരം പോലും എഴുതിയിട്ടില്ല. എഴുതാനൊന്നുമില്ല. കാരണം ലോകത്തിലൊരു മനുഷ്യനും പാടാൻ പറ്റത്തില്ല. കാരണം ഞാൻ അന്ന് പാടിയത് തിരിച്ച് ഞാൻ കുറേ നാളിന് ശേഷം കേൾക്കുകയാണ്. ഞാൻ ഈ ഒരു പ്രോഗ്രാമിന് ഇത് അറ്റംപ്റ്റ് ചെയ്തിട്ട് പോലുമില്ല. റെക്കോർഡിങ്ങിന് നമുക്ക് പാടാം, പിന്നെ പക്ഷെ അത് തിരിച്ച് നമ്മളൊരു ഗാനമേളയ്ക്ക് വരുമ്പോൾ ഈ പാട്ട് പാടാൻ പറഞ്ഞാൽ നമ്മൾ പാടണ്ടേ? എന്നെക്കൊണ്ട് പറ്റില്ല കേട്ടോ. ഉള്ളത് തുറന്നു പറയാം, എന്നെക്കൊണ്ട് പറ്റില്ല. കാരണം അന്നും പറ്റത്തില്ല. ആ പാടിയതിന് ശേഷം എത്ര 2001 പാടിയതിന് ശേഷം ഇന്ന് വരെ 2022 വരെ 21 വർഷം ഞാൻ പാടിയിട്ടില്ല. സത്യമാണ്. പാടിയാലും ഇത്ര ഏക്കത്തുമില്ല. കാരണം ഒരുപാട് സംഗതികളുണ്ട്, ഒത്തിരി. അത് മുഴുവൻ ഇങ്ങനെ ബ്ലോട്ടിംഗ് പേപ്പർ പോലെ ഒപ്പിയെടുത്ത് വെച്ച് പെർഫെക്റ്റ് ആയിട്ട് പാടുക. അവിടാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ്. പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ 100% പെർഫെക്റ്റ് ആയിട്ട് പാടുക. ആരാരോ തരിവളയിട്ടു അറിയാതിൻ കരളിൽ തൊട്ടു ഞാനാ നീലക്കണ്ണിൽ മിന്നും താരപ്പൂമുത്ത്. അവളൊരു താഴം പൂമുട്ട് അഴകിന് സിന്ദൂരപ്പൊട്ട്. മധുമാസം വിരിയണ് വിരിയണ് മനമാകെ കുളിരണ കുളിരണ തില്ലാനാ. ആ ലാസ്റ്റിലത്തെ എങ്ങനെയായിരുന്നു ഒന്ന് പാടിക്കത്? ഉടലാകെ പൊതിയണ് പൊതിയണ് പുതുമഞ്ഞും കുഴയണ് കുഴയണ് തില്ലാനാ തില്ലാനാ. ഇങ്ങനെയൊന്നും പാടല്ലേ, ഞാൻ എണിച്ചു പോയിടുന്നു. പിന്നെ അതിന്റെ ഇടയ്ക്ക് തുണ്ട് വല്ലയിൽ എന്തോ ഒരു എന്തൊക്കെയോ ഞാൻ പാടിയല്ല. മധുമാസം വിരിയണ് വിരിയണ് മനമാകെ കുളിരണ കുളിരണ തില്ലാനാ ഗരിസനി തില്ലാനാ. ഉടലാകെ പൊതിയണ് പൊതിയണ് പുതുമഞ്ഞും കുഴയണ് കുഴയണ് തില്ലാനാ ഗമപദ പമപമഗരി തില്ലാനാ തില്ലാനാ. ഞാൻ പോട്ടാ. എന്തോ ടു മച്ച് കേട്ടോ. അതുപോലെ ഈ വരികളൊക്കെ എങ്ങനെയാണ് വായിക്കാത്ത വരുന്നത്? ഇത് നോക്കി വായിക്കാൻ പോലും പറ്റുന്നില്ല. ഒന്നും പറയാനില്ല. ഞാൻ ഒരു നമസ്കാരം പറയുന്നു. ഒരു രക്ഷയില്ല. ഒരു മിനി തഴുകണ് കരിമിടി എലിയണ് മറുപടി ഇനിയുണ്ട്. നിറ നിറ നിറകണ് പറ പറ കവികണ് പുതു പുതു മലരണ്ട്. ഡെഫിനറ്റ്ലി നീ ഭാവിയുടെ ഒരു വാഗ്ദാനമാണ്. തളിരൊട് തളകണ് തളിവളയൊടയണ് പലതിനും അതിരുണ്ട്. ദൈവങ്ങളോ സ്വർഗം മണ്ണിൽ ദൈവങ്ങൾ കാതോർക്കുന്നു. നീയും നീലക്കണ്ണിൽ മിന്നും താരപ്പൂമുത്ത് വിരിയണ താഴം പൂമുട്ട് അഴകിന് സിന്ദൂരപ്പൊട്ട്. ഈ ഫാസ്റ്റ് നമ്പറിൽ നീ ഇത്രയും തെളിയിച്ച്, അതുപോലെ തന്നെ മധുരം ജീവാമൃത ബിന്ദു ഇപ്പോഴും മനസ്സിൽ നിന്ന് മറക്കാൻ പറ്റുന്നില്ല. സൗഗന്ധികങ്ങളെ ഉണരൂ വീണ്ടുമെൻ മുഖമാം രാത്രിയിൽ പാർവണം പെയ്യുമീ ഗാന്ധയാമവീഥിയിൽ. അപ്പോൾ ഏത് ജോണറിലും നീ ഒരു വിദ്വാൻ തന്നെയാണ്. ശരിക്കും നമ്മൾ സംഗീത ഭാഷ പറയുന്ന പോലെ ഒരു വലിയ വിദ്വാനാണ്. ആയിരിക്കും. യു ഹാവ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ. യു വിൽ ബിക്കം സംതിങ്. ഒരുപക്ഷെ എല്ലാ ഭാഷകളിലും നിനക്ക് പാടാനുള്ള അവസരം ദൈവം നൽകട്ടെ. എടേ, നീ ഇത് കാണാതെ പഠിക്കാൻ എത്ര ദിവസം എടുത്തു? 2-3 ദിവസം ആണോ? എനിക്ക് 2-3 വർഷം തന്നാലും പഠിക്കാൻ പറ്റില്ല കേട്ടോ. ദാറ്റ്സ് വൈ യു ആർ ഗ്രേറ്റ്. ഇതിപ്പോ ടോപ്പ് സിംഗറിന്റെ വേദിയായിട്ടല്ല എനിക്ക് തോന്നിയത്. നീ പാടാൻ തുടങ്ങിയപ്പോൾ ഇതൊരു റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ ആയിട്ട് തുടങ്ങി. അതിൽ പറയില്ലേ 9, 8, 7, 6, 5, 4, 3, 2, 1, 0 എന്ന് പറയുമ്പോൾ അങ്ങ് പോയി. പിന്നെ ഭ്രമണപഥത്തിൽ കടന്ന് കറങ്ങാണ്. നമ്മളെല്ലാവരും അങ്ങനെ ലിഫ്റ്റ് ചെയ്ത് അവിടെ ഭ്രമണപഥത്തിലായിരുന്നു ഇത്രയും നേരം. പിന്നെ നീ അവിടെ കൊണ്ട് ഒരൊറ്റ ഇടലിട്ട് നമ്മൾ ഈ സീറ്റ് വന്നിരുന്നു. പിന്നെ എന്തൊരു ക്ലാരിറ്റിയാണ് സംഗതി പാടിയാലും എക്സ്പ്രഷൻ പാടിയാലും വാക്കുകൾ ഉച്ചരിച്ചതും. അതിന് പ്രത്യേകം ഒരു കൈയടി കൊടുക്കണം കേട്ടോ. കാരണം അണ്ണൻ ചാമ്പിക്കോ എന്നൊക്കെ പറഞ്ഞ പോലെയാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത്. പക്ഷെ തൽക്കാലം ഞാനേ ഉള്ളൂ ഈ പാട്ട് പാടാൻ എന്ന് നീ തെളിയിച്ചു. You're an awesome talent. അത് ഓസം എന്നൊക്കെ പറയുന്ന വാക്കുകളൊക്കെ കുറവാണ്. അതിനപ്പുറം എന്തെങ്കിലുമൊക്കെ പറയേണ്ടി വരും. പക്ഷെ അത് എനിക്ക് യു ആർ എ ഗൊൺട്രാംബുലസ് ടാലന്റ്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വാക്കുണ്ടോ?
എന്തുകൊണ്ട് ഞാൻ പറയാം, എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. അല്ല, എനിക്ക് എന്താ തോന്നുന്നു വെച്ചാൽ ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരുന്ന മുന്നോട്ട് പോകും തീർച്ചയായിട്ട്. ഇനി ഈ കോമ്പറ്റീഷനിൽ പാടാൻ എന്തെങ്കിലും പുതിയ കോമ്പോസിഷൻ ഉണ്ടാക്കണം നന്ദുസിന് വേണ്ടി. ബിക്കോസ് എല്ലാ ഡിഫിക്കൽട്ട് കോമ്പോസിഷൻസും പാടി തകർത്തു. എന്താടാ നീ ചെയ്യുന്നത്? ഇങ്ങനെ ഒരു രക്ഷയില്ല. യു ആർ എ അംശം ഓഫ് സരസ്വതി. പാൽമഴക്കാറ്റിൻ പടവുകളിൽ മഞ്ഞു പകലന്തി മയങ്ങിക്കൊണ്ടിരിപ്പാണോ? കാവിലെ ഉത്സവം കൊടി കയറി നിന്റെ കാമന്റെ വേലയ്ക്കു വിളക്കുണ്ടോ? അപ്പൊ നന്ദൂസേ, ഞങ്ങൾ ഇവിടെ ഉള്ള മാർക്കുകളെല്ലാം കൂടെ വാരി എടുത്തോണ്ട് അങ്ങോട്ട് ഒരൊറ്റ ഏറാണ്. 100 out of 100. Nandu is going to be awarded a super supreme golden crown. And your MGR Pukuti. Congratulations, you are awarded a golden crown. Thank you, sir. Thank you, Doctor.